ബ്രാൻഡിങ് പ്രോപ്പർ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡിങ്? ജനങ്ങളാണ് അല്ലെങ്കിൽ മാർക്കറ്റാണ് കിങ്. അതെ. ഓരോ വ്യക്തിയുടെയും ഒരു ഗട്ട് ഫീലിംഗ് ആണ് ശരിക്കും ബ്രാൻഡ് എന്ന് പറയുന്നത്. സംതിങ് മോർ എന്നുള്ള രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് വന്നത് ആ ഒരു പുസ്തകം വായിച്ച പിന്നെയാണ്. പരസ്യം കാണാനായിട്ട് ആർക്കും ഇഷ്ടമില്ല. അതെ, കറക്റ്റ്. എപ്പോഴും ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ്ങിന് റെലവൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ ആദ്യം ഇൻസൈഡ് ദ ബോക്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് പലർക്കും പല പെർസ്പെക്റ്റീവാണ്. ആക്ച്വലി ഒരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ ബ്രാൻഡിങ് പ്രോപ്പർ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ബ്രാൻഡിങ്? ഇപ്പോൾ ബ്രാൻഡിങ് എന്നുള്ളൊരു ടൈമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾക്കൊരു ആവശ്യം വരികയാണ്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റോ സർവീസോ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആൾ എന്താ മാർക്കറ്റിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എൻ്റെ ഈ പ്രോബ്ലത്തിന് ഞാൻ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന ആൾ അന്വേഷിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു പ്രോഡക്റ്റാണ് ആൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ആൾക്ക് അതിനെക്കുറിച്ച് ആളെ സംബന്ധിച്ച് കുറേ കൺസേൺസ് ഉണ്ടാവും. ആൾക്കൊരു ട്രസ്റ്റ് വരണം, അല്ലേ? നമ്മളിപ്പോൾ ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു ട്രസ്റ്റ് വരണം. അപ്പോൾ ആ ട്രസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ബാക്കിയുള്ള പ്രോഡക്റ്റുകളിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു യുണീക്ക്നെസ് നമ്മൾ പറയില്ല. ഇപ്പോൾ ഒരു രണ്ട് സിമിലർ ആയിട്ടുള്ള സർവീസുകളെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. രണ്ട് ഡിഫറെൻറ്റ് നെയിംസ് ആയിരിക്കും, അവരുടെ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അതിൽ തന്നെ അവരുടെ ഫീച്ചേഴ്സിലും വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെർസെപ്ഷൻ, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പെർസെപ്ഷൻ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കല്യാൺ സിൽക്സും ഷീമാട്ടി, അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രിക്കകത്ത് ആണ് ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യണത്. ഇപ്പോൾ അടുത്തടുത്ത് ചിലപ്പോൾ ഇവരുടെ ഷോറൂമുകളൊക്കെ ഉണ്ടാവും, കല്യാൺ സിൽക്സും ഷീമാട്ടി ഉണ്ടാവും. പക്ഷേ ഇവിടെ രണ്ടുപേരുടെയും സ്റ്റോറിൽ പോകുന്ന ആളുകൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു സർവീസ് ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ ഒരു സർവീസ് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ആളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് എന്താ പറയുക, ഒരു ഡിഫറൻസിയേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് തോന്നാലും നമ്മളുടെ ഒരു ബ്രാൻഡ് ചെയ്യപ്പെടണം. നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി വേണം, നമുക്ക് നമ്മളുടെ ഒരു രീതി വേണം, നമ്മളുടെ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് ആളുകളായിട്ട് ചെയ്യുന്ന സമയത്ത് ആളുകളുടെ മനസ്സിലൊരു പെർസെപ്ഷൻ ഉണ്ടാവുകയും അവർക്കപ്പോൾ ആ ഒരു സർവീസ് ചൂസ് ചെയ്യേണ്ട സമയത്ത് ഓക്കെ എനിക്കിപ്പോൾ ഒരു കാറ് വാങ്ങണം, ഓക്കെ അപ്പോൾ ടൊയോട്ട എടുക്കാം എന്നുള്ളത് ആളുടെ മനസ്സിൽ എന്താ പറയുക, ആളുടെ ആവശ്യവും ആൾ കണ്ടറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ധാരണയിലാണ് ആൾ ടൊയോട്ട എടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ ആൾ എന്താ പറയുക ഉപയോഗിച്ച് പോലും നോക്കിയിട്ടുണ്ടാവില്ല. ആളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു, അപ്പോൾ ആൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടുന്നു, ആൾ നേരെ പർച്ചേസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് ആൾ പോകും. എന്തൊക്കെ ഫാക്ടേഴ്സ് ചേരുമ്പോഴാണ് ആക്ച്വലി ഒരു ബ്രാൻഡ് ആവുക? ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിവിജ്വലിൻ്റെ തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഐഫോൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ആൾക്ക് ചിലപ്പോൾ ഐഫോൺ ഇഷ്ടമാവില്ല, ചിലപ്പോൾ ആൾക്ക് സാംസങ്ങിനോട് ആയിരിക്കും താല്പര്യം. ഇപ്പം ഞാൻ പറയാണ് നീ ഐഫോൺ എടുത്തോ, ഐഫോണാണ് സൂപ്പർ, അതിൻ്റെ ക്യാമറ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാലും അവനക്ക് കുറച്ചും കൂടെ അവൻ കംഫർട്ടായിട്ടുള്ളത് അതിലായിരിക്കും എന്നുണ്ടെങ്കിൽ അവനൊരിക്കലും അത് തീരുമാനം മാറ്റില്ല. കാരണം അവൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു പെർസെപ്ഷനാണ്, അല്ലേ? ഒരു പുസ്തകമുണ്ട്, ദ ബ്രാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് മുമ്പ് ആ പുസ്തകം വായിച്ച സമയത്താണ് എനിക്ക് കുറച്ചും കൂടെ ഓക്കെ, നമ്മളൊരു ഐഡൻറ്റിറ്റി ഡിസൈനിങ് എന്നുള്ള ലെവലിലും അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് എന്നുള്ള ലെവലിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് മോർ എന്നുള്ള രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് വന്നത് ആ ഒരു പുസ്തകം വായിച്ച പിന്നെ. ഓരോ വ്യക്തിയുടെയും ഒരു ഗട്ട് ഫീലിംഗ് ആണ് ശരിക്കും ബ്രാൻഡ് എന്ന് പറയുന്നത്. കാരണം അതെപ്പോഴും ഒരു എന്താ പറയുക ഒരാളുടെ താല്പര്യങ്ങളാണ്. അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ്ങും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസും ചെയ്യുന്നതിലുപരി നമ്മളെന്താണെന്നുള്ളത്, എൻ്റെ പ്രൊഡക്റ്റ് ആരുടെ പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, അവർക്ക് ഏത് രീതിയിൽ കാണാനാണ് ആഗ്രഹം, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് പോകേണ്ടതും നമ്മളുടെ മെസ്സേജുകൾ പോകേണ്ടതും, നമുക്കൊരു പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് പകുതി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓക്കെ ആയി. പിന്നെ ബ്രാൻഡിങ്ങിലുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ബ്രാൻഡിങ് സീരിയസ് ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്താലും അല്ലെങ്കിലും നമ്മൾ ബ്രാൻഡാവും. ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഇന്നുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതെ, ഇന്നത്തെ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്ത കാലത്തും ബ്രാൻഡുകളുണ്ട്, ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാൽ മാത്രമേ ബ്രാൻഡ് ആവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമയത്തിൻ്റെ ഒരു ബ്രാൻഡിനെ ഒരാൾ പരിചയപ്പെടുന്നു, ആൾ ഉപയോഗിക്കുന്നു, ആൾ റെഫർ ചെയ്യുന്നു, വേറെ ആൾ ഉപയോഗിക്കുന്നു, അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ ഒരു ലോങ് ടേമിൽ
ഓരോ ബ്രാൻഡുകളും ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട്, അതെ, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, നമ്മുടെ ബ്രാൻഡിനെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് കുറേ വേഗത്തിലാക്കാൻ പറ്റും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഉണ്ട്, ഇപ്പോൾ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്ന് പറയുന്ന പോലെ. അതായത് നമ്മളിപ്പോൾ ബ്രാൻഡിങ് സീരിയസ് ആയിട്ട് ചെയ്താലും നമ്മൾ ബ്രാൻഡാവും, അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ബ്രാൻഡാവും. പക്ഷേ ഇത് കുറച്ചും കൂടെ നമുക്ക് എഫിഷ്യൻസി കിട്ടും. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ കസ്റ്റമർ ചൂസ് ചെയ്യുന്നവരാരാണോ അവരെ മനസ്സിൽ അവർ ഓട്ടോമാറ്റിക്കലി ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കും. ഇപ്പോൾ കോർപ്പറേറ്റ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഒരു അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എപ്പോഴും അവരെപ്പോഴും അവരുടെ കസ്റ്റമേഴ്സിനെ ഇപ്പോൾ നമ്മൾ പറയാറില്ലേ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാറില്ലേ. അവർക്ക് അതിന് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളത്. അവരതിനനുസരിച്ചിട്ടാണ് ഓരോ സമയങ്ങളിൽ ഓരോ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നതും, അല്ലെങ്കിൽ അതിനെ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതും, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അവരുടെ ബ്രാൻഡുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ അവർക്കൊരു അതോറിറ്റി, ബ്രാൻഡിൻ്റെ ഒരു അതോറിറ്റി കറക്റ്റ് കയ്യിൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ക്യാമ്പയിൻസ് ചെയ്യുക, കുറച്ചും കൂടെ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് മെയിനായിട്ടും വരുത്തുന്ന ബേസിക് മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും ബ്രാൻഡിങ്ങിൽ? ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആണോ ലോഗോ ആണോ, ബ്രാൻഡ് ഐഡൻറ്റിറ്റിയും ലോഗോയും സെയിം ആണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതിനൊരു ക്ലാരിറ്റി കൊടുക്കും. ഇപ്പം നമുക്കൊരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്കിപ്പോൾ ഒരു കളറ് ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു അതുപോലെ തന്നെ പാറ്റേൺസ് ഒക്കെ ഒരു ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ശരിക്കും ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു സിമ്പലാണത്. അതായത് ഓക്കെ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു മെയിൻ ഹെഡ് അല്ലെങ്കിൽ തല എന്ന് പറയുന്ന പോലെ. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഈ ചിലപ്പോൾ നമ്മളൊരു വാച്ച് കിട്ടും, ചില ആളുകളുണ്ടാവും, ഇപ്പം നമുക്ക് അവരെ വാച്ച് വെച്ചിട്ട് നമുക്ക് ഈ ആളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ. ഇപ്പോൾ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ വണ്ടിയും മമ്മൂട്ടിയുടെ വണ്ടിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണില്ലേ. അതൊക്കെ മമ്മൂട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി സിസ്റ്റമാണ് ശരിക്കും, അല്ലേ. മമ്മൂട്ടിയുടെ ഒരു ഫേസ് ഉണ്ട് എപ്പോഴും. അതിലുപരി നമുക്ക് 369 എന്നുള്ളൊരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഓർമ്മ വരുന്നത്? അത് മമ്മൂട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അത് എന്താ പറയുക, പബ്ലിക്കലി അവെയർ ആയതുകൂടിയുണ്ട്. പബ്ലിക്കലി 369 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പർ മമ്മൂട്ടിയുടെ ആണെന്നുള്ളൊരു അവയർനെസ് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഐഡൻറ്റിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബ്രാൻഡുമായി ബന്ധപ്പെട്ടിട്ട് കസ്റ്റമർ ടച്ച് പോയിന്റ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരാവശ്യം വരുന്ന സമയത്താണ് ബ്രാൻഡ്സിനെ അന്വേഷിച്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇൻബൗണ്ട് ആയിട്ടുള്ളൊരു അവർ ചിലപ്പോൾ ഗൂഗിളിൽ തപ്പുന്നു. അപ്പോൾ അവിടെ SEO ചെയ്തിട്ട് നമ്മളുടെ ഇത് റാങ്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പർ അവർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ കോൾ ചെയ്യുന്ന സമയം തൊട്ട് അവർ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവർ നമ്മളെ സർവീസൊക്കെ വാങ്ങിപ്പോയി അവർക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് ഫോമൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു, ആ ഒരു പ്രോസസ്സ് വരെ നമ്മളുടെ ബ്രാൻഡിനെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ടുള്ള പല സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോളർ ട്യൂൺ ഇടാം നമ്മളുടെ ബ്രാൻഡിൻ്റെ. ആ ഒരു മ്യൂസിക് ഒരു ജിങ്കിളായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ബ്രാൻഡിനെ നമുക്ക് മെമ്മറബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ ചില ട്യൂൺസൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ബ്രാൻഡിന് ഓർമ്മ വരുന്നില്ലേ, അത് നമ്മളൊരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് അയച്ചിട്ടുള്ള ബ്രോഷേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ചിലപ്പോൾ കൊടുത്തിട്ടുള്ള ക്യാപ്ഷൻസോ അല്ലെങ്കിൽ അവരെ ഹുക്ക് ചെയ്യിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. പിന്നെ നമ്മളെ കളർ തീമുകൾ, ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റ്, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേവലം അതിൻ്റെ ഒരു ഫേസ്. ഓക്കെ, എൻ്റെ ബ്രാൻഡിൻ്റെ ഫേസ് ഇതാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു ലോഗോ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പ്ലേസ്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ടെക് റിലേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞി പ്ലാറ്റ്ഫോമിലേക്ക് ആയിരിക്കും വരാം, ഇപ്പോൾ മൊബൈൽ സ്ക്രീനുകളിലും. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ ബ്രാൻഡ് നെയിം വിസിബിൾ ആയിരിക്കണം, നമുക്കതിന് വിസിബിൾ ആക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു ബോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരും. അവിടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ബ്ലാക്ക് സ്ട്രോക്ക് നമ്മൾ ബാക്കിൽ ഇടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു എസ്തെറ്റിക്സിനെ ബാധിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂസ് വരും. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ളത്, ഇപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ചും കൂടി ഈ ട്രെൻഡാണ് ഫുള്ള് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡ് വരും, ഇപ്പോൾ ഒരു സമയത്ത് ഒരു ട്രെൻഡ് വരും, അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു ബ്രാൻഡ് അതിനെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ഈ ട്രെൻഡുകൾ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്നതാണോ എന്നുള്ളതിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ വേറൊരു ബ്രാൻഡ് ഒരു കാര്യം ചെയ്തു, അത് സക്സസ് ആയി എന്ന് വെച്ചുകൊണ്ട് നമുക്കത് സക്സസ് ആയി എന്ന് വരില്ല. അതെ,
മനസ്സിലായി, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളെന്താണെന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ ഒരു ഡെഫിനിഷൻ വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ്, ഈ എപ്പോഴും ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ്ങിന് റെലവൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഇൻസൈഡ് ദ ബോക്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻസൈഡ് ദ ബോക്സ് ഇല്ലാണ്ട് നമ്മൾ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് കോറായിട്ടൊരു മെസ്സേജിങ് ഉണ്ടാവണം നമ്മൾ എന്താണ് എന്നുള്ളത്. അത് കാരണം ഒരു മെസ്സേജ് നമ്മൾ ഒരു തവണ പറഞ്ഞതുകൊണ്ട് ആരും മനസ്സിലൊന്നും പതിയില്ല, ആരും ഓർത്തിരിക്കില്ല. നമ്മളൊരു സാധനം പക്ഷെ ഒരു 1000 2000 തവണ ആളുകളുടെ അടുത്ത് എത്തിച്ച് ആളുകൾ ഇത് കണ്ട് 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 ഓക്കെ ഇത് ഇവരിങ്ങനെയാണ് എന്നുള്ളൊരു പെർസെപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷ്യ എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാർക്കറ്റിൽ വന്ന് അവർ മാസമായിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അവരിത് ഇപ്പോൾ രണ്ടാമത്തെ ഫേസ് ഹോർഡിങ് ക്യാമ്പയിൻസും എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അവരാ ക്യാപ്ഷൻ മാറ്റിയിട്ടില്ല. അവർക്ക് വേറെ ക്രിയേറ്റീവ് ആയിട്ട് ഇപ്പോൾ മോഹൻലാൽ ചെയ്യുമ്പോൾ വേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ മാറ്റി. പക്ഷെ അവർ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തു. 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ്, അതാണ് അവരെ ബ്രാൻഡ് കൊടുക്കുന്ന പ്രോമിസാണത്, അല്ലെങ്കിൽ അതൊരു ആ ബ്രാൻഡിൻ്റെ ഒരു പ്രൊപ്പോസിഷനാണത്. അപ്പോൾ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു കൊല്ലം ചിലപ്പോൾ സെയിം ക്യാപ്ഷൻ നമുക്ക് ഇനി മാറ്റിയേക്കാം. നമ്മൾ ഈ ഡിസൈൻ സ്റ്റൈൽ സോഷ്യൽ മീഡിയ ഒരു 10 പോസ്റ്റ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് മാറ്റാം, വേറെ കളർ ഇടാം. നമ്മളപ്പോൾ ഒരു ഐഡന്റിറ്റി സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ വെച്ചിട്ടല്ല നമ്മുടെ ബ്രാൻഡിന് ആളുകൾ മനസ്സിലാവേണ്ടത്. അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ പെർഫ്യൂംസ് വരെ അതിലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റോറിൽ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രാഗ്രൻസ് സ്മെൽ ചെയ്ത് ഇത് മറ്റേ ബ്രാൻഡിൻ്റെ ഒരു അവിടുത്തെ ഒരു ഫീലാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബ്രാൻഡിനെ അതൊക്കെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു പ്രോപ്പർ ക്ലയൻറ്റ് ബ്രീഫ്, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഒരു മാർക്കറ്ററിന് ഒരു ക്ലയൻറ്റ് ബ്രീഫ് എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എടുത്ത് ഒരു പ്രോപ്പർ ക്ലയൻറ്റ് ബ്രീഫ് എങ്ങനെ എടുക്കണം എന്ന്, എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ് മാർക്കറ്ററെ സംബന്ധിച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു ക്ലയൻറ്റ് സൈഡിനെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് മാനേജേഴ്സ് അവരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എപ്പോഴും ബ്രീഫ് വേണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഏജൻസികളും അതുപോലെ തന്നെ ഈ ബ്രാൻഡ്സും തമ്മിലുള്ള ഒരു പല ഇതുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ ബ്രീഫിംഗ് ഇല്ലാത്തത് തന്നെയാണ്. ഇപ്പോൾ ഏജൻസികളുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക വർക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മളൊരു ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം പഠിക്കണം, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷേ ക്ലയൻറ്റ് പൊതുവെ ബ്രീഫ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബൽ ബ്രീഫിൽ നമുക്ക് ഇങ്ങനെ വരണം എന്നുള്ള രീതിയിൽ കൊടുക്കുക. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചും കൂടെ നമുക്ക് എത്രയും നല്ല ബ്രീഫ് നമുക്ക് കിട്ടുന്നു അത്രയും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വേറെ ടീം നിങ്ങൾ വേറെ ടീം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ഒരു പരിപാടിയല്ല മാർക്കറ്റിംഗ്. അതാണ് ഫസ്റ്റ് സംഭവം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ തന്നെ അതിൽ പ്രശ്നങ്ങളായി തുടങ്ങും. പക്ഷെ നമ്മളെന്നുള്ള രീതിയിൽ അതൊരു അലൈനിങ് വരണം. നമുക്ക് അവരുടെ ബിസിനസ്സിനെ കുറച്ചുകൂടി പഠിക്കാൻ പറ്റും. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരൊറ്റ മീറ്റിങ്ങിലോ 2 മീറ്റിങ്ങിലോ ഒന്നും ഇരിക്കില്ല. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഞാൻ എൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ആശയങ്ങൾ പൊതുവെ ആളെടുത്ത് സംസാരിക്കും, ആളുടെ ആശയങ്ങൾ തന്നെ ആയിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ പോസിബിലിറ്റീസ്, ചലഞ്ചസ്, മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളിങ്ങനെ ഇന്ത്യയിൽ കുറേ വട്ടം സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിന് ഒരുപാട് സമയം എടുത്തു. എന്തുകൊണ്ട് നമുക്കിത് ഷോർട്ട് ടേം ആയിട്ട് ചെയ്തുകൂടാന്ന് ചിന്തിച്ചേ പിന്നെയാണ് ഞാൻ ആ ഒരു ക്ലയൻറ്റ് ബ്രീഫിംഗ് എന്നുള്ളൊരു ഭാഗത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് ക്ലയൻസിൻ്റെ അടുത്തൊന്നും നമ്മളെന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ള ഒരു പ്രോപ്പർ ഡാറ്റ ഇല്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ ഫിനാൻഷ്യലിനേലുപരി നമ്മൾ KPIs ആയിട്ട് വെക്കേണ്ടത് കൺവേർഷൻ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി KPIs ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് കൂടിക്കഴിഞ്ഞാൽ തന്നെ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മളുടെ റവന്യൂ കൂടും. മനസ്സിലായി. കൺവേർഷൻ റേറ്റ് കൂടി കഴിഞ്ഞാൽ റവന്യൂ കൂടിയില്ലേ. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പോൾ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എന്നൊക്കെയുള്ള രീതിയിൽ ഡിജിറ്റലി അത്യാവശ്യം എല്ലാവരും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്, ഏജൻസികൾ കൊടുക്കുന്നുണ്ട്. ക്ലയന്റ് അത് എത്രത്തോളം അവരുടെ ബിസിനസ്സിൽ അത് അപ്ലൈ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അത് അവരുടെ ഇന്റേണലി അപ്ലൈ ചെയ്യുന്നുള്ളൂ. അത്രയും പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്നവർ മാത്രമേ ഇന്റേണൽ പ്രോസസ്സുകളിലൊന്നും അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്നും എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗിന് ഒരു മെട്രിക്സും ഇല്ല. അതൊക്കെ ഒരു ഗസ് വർക്ക്, എപ്പോഴും ഒരു ഗസ് വർക്കാണ്. ഞാനെപ്പോഴും പ്രീവിയസ് ഡാറ്റ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞുള്ളൊരു പരിപാടി. ഇപ്പം ഞാനിപ്പോൾ കസ്റ്റമേഴ്സിന് ലാസ്റ്റത്തെ 2 വർഷത്തെ എന്തെങ്കിലും ഡാറ്റ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര എൻക്വയറീസ് വന്നു,
എത്ര ലീഡ്സ് എങ്ങനെയുണ്ട്, അതിൻ്റെ കൺവേർഷൻ റേറ്റ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് അതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഓൾറെഡി മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും, എന്താണ് ഇവരുടെ മാർക്കറ്റിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ആദ്യം ഒരു എക്സ്പെരിമെൻറ്റേഷൻ നടത്താം. ഇപ്പോൾ ബഡ്ജറ്റിംഗ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു അലോക്കേഷൻ നടത്തുന്നു, ഇപ്പോൾ ഡിജിറ്റലി ഒരു അലോക്കേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഔട്ട്ഡോറിന് നമ്മളൊരു അലോക്കേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സുകൾ നമ്മളൊരു അലോക്കേഷൻ നടത്തിയിട്ട് ഒരു ബേസിക് അലോക്കേഷൻ നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നാളൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവർക്ക് പ്രീവിയസ് എന്താ പറയുക വർഷങ്ങളിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിന് എന്ത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ കുറച്ചുകൂടി നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഇയർ നമ്മൾ ഈ സൈക്കിള് റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോസസ്സ് ആവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയുമ്പോഴൊന്നും പറഞ്ഞാലൊന്നും ആളുകൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊള്ളുന്നില്ല. അവർക്ക് ആവശ്യം വരണം, അല്ലെങ്കിൽ അവർക്ക് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയാണ്. ആളുകളുടെ അടുത്ത് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി. ഏതൊക്കെ ചാനലുകൾ നമുക്ക് വേണം, ഏതെല്ലാം ചാനലിൽ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് പോകണം, അത് ഏതെല്ലാം സമയങ്ങളിൽ പോകണം, എങ്ങനെയെല്ലാം പോകണം എന്നുള്ളൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിനനുസരിച്ചിട്ട് ഒരു അഡ്വർടൈസിങ് കാലണ്ടർ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഇൻറ്റേർണലി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ബ്രീഫ് പക്കായിട്ട് ഏജൻസിക്ക് കൊടുത്താൽ മതി. ഏജൻസിയിൽ കൃത്യമായിട്ട് അത് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് തരും, നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഓപ്പറേഷൻസിൽ ഫോക്കസ് ചെയ്യാം, ഇവരുടെ മാർക്കറ്റ് എക്സ്പാൻഷൻസിൽ ഫോക്കസ് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. മറ്റേത് വരുമ്പോഴാണ് എന്ത് വരുന്നത്, ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വേണമെന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് സംസാരിച്ച് വെക്കും. കാരണം ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എലമെന്റ് കൂടിയത്, ഇത് ടാഞ്ചിബിൾ അല്ല മൊത്തത്തിൽ. മനസ്സിലായി. മോസ്റ്റ് ഓഫ് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഫെയിൽ ആവുന്നത് ഇവിടെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. പ്രോപ്പർ ക്ലയന്റ് ബ്രീഫ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ ഫെയിൽ ആവുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്തൊക്കെ KPIs മെഷർ ചെയ്യണം? ഇപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്വാർട്ടർലി ബേസ് എന്നുള്ള രീതിയിൽ വെക്കാം, ക്വാർട്ടർലി ടാർഗറ്റ്സ് വെക്കാം നമുക്കിപ്പോൾ. പിന്നെ ഹാഫ് ഇയർലി ടാർഗറ്റ്സ്. ഇവർക്ക് ഓൾറെഡി മാർക്കറ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അൾട്ടിമേറ്റ്ലി മാർക്കറ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ മെറ്റയിലൊരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യാൻ പോണ സമയത്ത് നമുക്കറിയാം എത്ര ഓഡിയൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് നെറ്റിലടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏവറേജ് ഒരു ഐഡിയ കിട്ടും. ഈ ഫ്രഷ് ടു ഹോമിൻ്റെ ഫൗണ്ടറിൻ്റെ ഒരു വീഡിയോ നമ്മളുണ്ടല്ലോ, ഒരു തീപ്പെട്ടി വെച്ച് ഒരു കോടി ഇത്ര പേരുത്ത ആളുകൾക്ക് നമ്മളൊരു തീപ്പെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞതുപോലെ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കണ്ണടയുടെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാലൊക്കെ ഏകദേശം നമുക്കൊരു ഡാറ്റ കിട്ടും, കണ്ണട ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് കണ്ട് നമുക്ക് ആ ഡാറ്റ പർച്ചേസ് ചെയ്യാനൊക്കെ കിട്ടും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് വൈറ്റ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഡാറ്റ കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ഇത്ര ആളുകളുണ്ട്, അതിൽ നിന്ന് എനിക്ക് വരേണ്ട റവന്യൂ ഇത്രയാണ്, അതിന് ഞാൻ ഇത്ര പേർക്ക് എൻ്റെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം എന്നുള്ളൊരു മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു ക്ലാരിറ്റി എന്തോന്നാലും വേണം. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു കസ്റ്റമർ പ്രൊഫൈൽ എന്താണെന്നുള്ളത്, ഈ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ കസ്റ്റമർ പ്രൊഫൈൽ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, എത്ര പൊട്ടൻഷ്യൽ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ല മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരാകെ 32 ലക്ഷം ആളുകളോ സംതിങ്, അതാണ് ഉള്ളൊരു ഡാറ്റ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൊല്ലം 2 വീട് പണിയിട്ട് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഫ്രഷ് ആയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, കാരണം അത്രയും നമ്മൾ വരുന്നുള്ളൂ. 10 വീടിൻ്റെ പണിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊജക്റ്റ് മാനേജ് ചെയ്യാനാണ്. അപ്പോൾ ഇവർക്ക് 2 പ്രൊജക്റ്റ് മതി. ഇപ്പോൾ ഈ 2 പ്രൊജക്റ്റ് കിട്ടാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് പണിയാനുള്ള എൻട്രീസ് എത്ര എണ്ണം വരുന്നുണ്ട് ഒരു പഞ്ചായത്തിൽ എന്നുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് വെച്ചിട്ട് ഇത്ര പഞ്ചായത്തുകളുണ്ട്, അപ്പോൾ എനിക്ക് ആദ്യം ഇന്നിൻ്റെ പഞ്ചായത്തുകൾ ആദ്യം ഫോക്കസ് ചെയ്യാം. അവിടെ ഒരു ക്ലാരിറ്റി ആയി. അപ്പോൾ അവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് 2 വർക്ക് മതി. അപ്പോൾ നമുക്ക് അവിടെ എന്തായി, അവിടെ നമ്മളൊരു ടാർഗറ്റായി.
നമ്മൾ ആ പഞ്ചായത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ നമ്മളൊരു ക്യാമ്പയിൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചായത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കറിയാം, അവിടെ നിന്ന് നമുക്ക് എത്ര എണ്ണം വേണമെന്നറിയാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അവിടെ ഒരു KPI നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറീസ് ആവാം. ഇപ്പോൾ ആ പഞ്ചായത്തിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എത്ര എൻക്വയറി നമുക്ക് ഏവറേജ് വരണം. പെയ്ഡ് ആഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ തന്നെ നമുക്ക് ഏവറേജ് സെയിൽസ് എത്ര വന്നിട്ടുണ്ടെന്ന് അറിയാം. നമുക്ക് കൺവേർഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഒരു 1000 എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടാവും. അതിൽ ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യാനായിട്ട് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 250 പേര് ആ ലിങ്കിൽ കയറി നോക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടായാലും ഒരു 250 പേര് ലിങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിലൊരു 10 പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം, ഒരു 20 പേര് കാർട്ടിലിട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ഓരോ സമയത്തും ഇപ്പോൾ വേനൽക്കാലത്ത് ഐസ്ക്രീമിന് മാർക്കറ്റ് ഉണ്ടാവും, മൺസൂൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്ക്രീമിന് മാർക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ കുറച്ച് കുറയും. അപ്പോൾ മഴക്കാലത്ത് ഞാനൊരു ഐസ്ക്രീമിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റിങ്ങിന് വേണ്ടി എത്ര സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അവിടെ അതിനൊരു ഒരു സ്കോപ്പ് ഉണ്ട്, അതേ അവിടെ നടക്കുള്ളൂ. പക്ഷേ വേനൽക്കാലത്ത് നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ താളം എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഒന്നില്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവാം, അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം, അവരോട് ചോദിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക് ആയിട്ടും പ്രൊഫഷണലായിട്ടും ഈ മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 70-80% എഫിഷ്യൻസി എപ്പോഴും കിട്ടാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഊഹാപോഹങ്ങളോട് കൂടിയിട്ട് നമ്മളിതിൽ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെക്റ്റേഷൻസും അല്ലെങ്കിൽ റിസൾട്ട്സും തമ്മിൽ അലൈൻ ആവാത്തതും മൊത്തത്തിൽ പ്രോബ്ലംസും ഒക്കെ വരുന്നതും. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടത്? ഒരു കാലത്ത് നമ്മളെവിടെങ്ങളിലൊക്കെ ട്രെൻഡായിരുന്ന ഒരു ബിസിനസ് ആയിരുന്നു ഡെസി കൂപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്. ട്രെൻഡായി വന്ന സമയത്ത് കുറേ പേര് അതിൻ്റെ പിന്നാലെ പോയി ഫ്രാഞ്ചൈസീസ് എടുക്കാൻ വേണ്ടി. ഫ്രാഞ്ചൈസീസ് ഇങ്ങനെ എടുത്തു കൂട്ടി ഒരു സമയത്ത് ആ ട്രെൻഡ് പോയി. അപ്പോൾ അത് പലയിടത്തും അത് കൂട്ടിപ്പോയി. അപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു എന്താ പറയുക ഡിമാൻഡ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അതല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെസി കൂപ്പയുടെ ഒരു അവസ്ഥ പറഞ്ഞ പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഓഡിയൻസ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസി കൂപ്പ എന്ന് പറയുന്നത് ഒരു F&B സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ മാർക്കറ്റിൽ ആ സമയത്ത് എന്തൊക്കെയാണ് ഓൾറെഡി ഉള്ളത് എന്നുള്ളത് അവർ മനസ്സിലാക്കി, ഓക്കെ എനിക്ക് അവിടെ എങ്ങനെ എക്സ്ട്രാ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ പഠിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുക അല്ലേ. ഇപ്പോൾ മൗസി നമുക്കൊക്കെ അവിൽ മിൽക്ക് അവിടെ നിന്ന് കിട്ടുക, മാർക്കറ്റിന് അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അവരാദ്യം മനസ്സിലാക്കി അവരതിനെ പ്രോപ്പറായിട്ട് ബ്രാൻഡ് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് അവർക്ക് സക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അവർ ആ ബ്രാൻഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവിൽ മിൽക്ക് എന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒത്തൻറ്റിക്കായിട്ട് പല സ്ഥലങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ അവരൊരു ബ്രാൻഡാക്കി എടുത്തു, അവരതിനെ പ്രൊമോട്ട് ചെയ്തു, അത് സ്കെയിൽ ചെയ്തു. അവരുടെ പ്രൊഡക്റ്റും എല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവരെ റിസീവ് ചെയ്ത് കണ്ടില്ലേ. ജനങ്ങളാണ് അല്ലെങ്കിൽ മാർക്കറ്റാണ് കിങ് എപ്പോഴും. നമ്മൾ എന്ത് സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടും നമ്മൾ എത്ര സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല, മാർക്കറ്റ് അതിനെ റിസീവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നല്ലൊരു ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായപ്പൊടിയുടെ ഒരു അളവും അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഒരു അളവും എല്ലാം കൃത്യത്തിൽ വന്നാലേ നല്ലൊരു ചായ ആവും എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു പാകത്തിന് വന്നാലേ പ്രോപ്പറായിട്ടുള്ളൊരു ബ്രാൻഡ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ബിസിനസ് ഓണേഴ്സിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ മാർക്കറ്റിംഗ് സെയിൽസ് ഒന്നാന്നുള്ളത്. ആക്ച്വലി ഇത് രണ്ടാന്നുള്ളൊരു നോളജ് ഗ്യാപ്പ് ഇപ്പോൾ സ്റ്റിൽ എനിക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന കുറേ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് കാണാറുണ്ട്. ആക്ച്വലി ഇത് രണ്ടല്ലേ? അത് കറക്റ്റായിട്ടത് അതായത് ഈ സെയിൽസ്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് ഇത് മൂന്ന് തരത്തിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ് ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. സെയിൽസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല. ഒരു എന്താ പറയുക ഡയറക്റ്റാണ് സെയിൽസ് എപ്പോഴും. അതിന് ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെയോ ബ്രാൻഡിങ്ങിൻ്റെയോ ഉള്ള വേണ്ട ഒരു ബഡ്ജറ്റ് സെയിൽസിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അത് കൊണ്ടുവരുന്ന കൺവേർഷൻ കൂടുതലായിരിക്കും. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസ് ഈസ് ഓൾവേസ് ഒരു ഔട്ട് റീച്ചിങ് ആയിരിക്കും എപ്പോഴും. നമ്മൾ അങ്ങോട്ട് പോയിട്ട് സാർ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്നതാണ് നമ്മുടെ ബ്രാൻഡ് ഇതാണെന്നുള്ള രീതിയിൽ അവർ പറയില്ല. അപ്പോൾ ഓക്കെ എന്നായിരിക്കും അവരുടെ ഒരു മറുപടി അല്ലേ. പുതിയതായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു മറുപടി. പക്ഷേ നമ്മൾ മുമ്പ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ ഇവർ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പേര് ഇവർ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ
അതായത് നമ്മളെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമാണ് ബ്രാൻഡിങ്. ഒരു ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളൊരു റൂമിലില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു, അതാണ് നമ്മളുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ്മാൻ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പോകുന്ന സമയത്ത്, സാർ ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ നിന്ന് വരികയാണ്. ഓക്കെ, നിങ്ങൾ മറ്റേ കമ്പനി അല്ലേ? ഞാൻ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലക്ഷ്യം എന്നൊരാൾ വിളിക്കുകയാണ്. ലക്ഷ്യം മറ്റേ മോഹൻലാലിൻ്റെ. അത് മാർക്കറ്റിങ്ങിൻ്റെ റിസൾട്ടാണ്, മനസ്സിലായില്ലേ? ലക്ഷ്യം എന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലേ. ഇതേപോലെ ഇലാൻസ് അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഇലാൻസിനെയാണ് പ്രിഫർ ചെയ്യണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്രാൻഡിങ് സക്സസ് ആയിട്ടുള്ളത് ഇലാൻസിൻ്റെയാണ്. അവിടെ ഇലാൻസിൻ്റെ ബ്രാൻഡിങ് ആണ് ഇവിടെ സക്സസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ഇയാളിപ്പോൾ ഇലാൻസ് പോലത്തെ ഒരു ബിസിനസ്സിനെ ആയിരിക്കും അല്ലെങ്കിൽ ബ്രാൻഡിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. നമ്മൾക്ക് ഒരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ സർവീസും ഡിമാൻഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഷോർട്ട് ടേം റിസൾട്ട് എപ്പോഴും സെയിൽസ് തരാം. മാർക്കറ്റിങ് കുറച്ചുകൂടി സമയം എടുക്കും നമുക്ക് മാർക്കറ്റ് ചെയ്ത് ഒന്ന് കൺവേർട്ടായി വരാനായിട്ട്. അപ്പോൾ മാർക്കറ്റിങ്ങും സെയിൽസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടാണ് സെയിൽസിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവരെന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് അവരെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡിങ് ചെയ്യേണ്ടത്. ബ്രാൻഡിങ് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം നമ്മളിപ്പോൾ മോഹൻലാലിനെ പോലെ ഒരു ബ്രാൻഡ് അംബാസഡറിനെ കൊണ്ടുവരേണ്ടി വരും, മമ്മൂട്ടിനെ പോലെ ഒരു ബ്രാൻഡ് അംബാസഡറിനെ കൊണ്ടുവരേണ്ടി വരും, ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും, ഹോർഡിങ്സ് പ്ലേസ് ചെയ്യേണ്ടി വരും. ഡിജിറ്റലി ഇപ്പോൾ എന്താ പറയുക, അതൊരിക്കലും സെയിൽസ് പെർസ്പെക്റ്റീവ് അല്ല. ഒരിക്കലും ബ്രാൻഡിങ്ങിൻ്റെ ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൾ ടു ആക്ഷൻസ് ഇട്ട് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആവരുത് ഒരിക്കലും ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത്. ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ നമ്മുടെ സ്റ്റോറി, നമുക്ക് എന്താണോ ഒതൻറ്റിക് ആയിട്ട് പറയാനുള്ളത് അത് പറയാന്നുള്ളതാണ്. അതൊരിക്കലും ഒരു പരസ്യം മോഡലിൽ ചെയ്യരുത്. പരസ്യം കാണാനായിട്ട് ആർക്കും ഇഷ്ടമില്ല. യൂട്യൂബിൽ ഒരു പരസ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും സ്കിപ്പ് അടിക്കും. പക്ഷേ നമ്മൾ ചില നോക്കിയിരിക്കുന്ന പരസ്യങ്ങളുണ്ട്, അതെപ്പോഴും ഒരു ക്രിയേറ്റീവായിട്ടുള്ള വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക, നമുക്കൊരു പരസ്യമാണെന്ന് തോന്നാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബ്രാൻഡിനെ കുറിച്ച് പറയേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ച് ഒന്നും പറയുണ്ടാവില്ല, പക്ഷെ നല്ല നമ്മളൊക്കെ കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള പരസ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ പരസ്യങ്ങളാണ് ആളുകൾ കാണാം അല്ലെ, അങ്ങനത്തെ സംഭവങ്ങളാണ് നോക്കിയിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു കൗതുകം വരും, ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം എല്ലാവർക്കും വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒരു ബ്രാൻഡിനെ പതിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെയാണ് നമ്മുടെ ബ്രാൻഡിനെ ആളുകൾ അറിയുന്നത്. ഇവരെ തന്നെ നമുക്ക് റീടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ കോൾ ടു ആക്ഷനെ കിട്ടിയിട്ടുള്ള പരസ്യം വേറെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഉണ്ടാവുന്ന ഒരു വാല്യൂ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെലികോളേഴ്സൊക്കെ വിളിക്കുമ്പോഴായി കഴിഞ്ഞാൽ ഒരുപാട് ഇറിറ്റേറ്റഡ് ആവും. ഒന്നാമത് ഇപ്പോൾ ഫുള്ള് പരസ്യങ്ങളാണ്, എവിടെ നോക്കിയാലും പരസ്യങ്ങളാണ്. എന്താ പറയുക, ഇത്രമാത്രം പരസ്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫ്ലുവൻസേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ, റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പരസ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആളുകൾക്ക് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇതിൽ നിന്ന് ഒരു ഇത് വേണ്ടേ, ഒരു വിട്ടുനിൽക്കൽ വേണ്ടേ. നല്ല കണ്ടന്റുകൾ വരണ്ടേ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ആൾക്ക് മുമ്പ് ഒരു ഡിനോമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറങ്ങിയിരുന്നു വെച്ചിട്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. കാരണം എന്താ, നമ്മൾ അത്രയും പരസ്യങ്ങൾ ഇത്ര നാളായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് വാങ്ങ്, ഇത് ഞാൻ യൂസ് ചെയ്തു, അത് ഞാൻ യൂസ് ചെയ്തു, ഫുള്ള് പരസ്യങ്ങൾ. നമ്മളിപ്പോൾ റീൽസ് അതിനിടയിൽ നല്ലൊരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വന്നപ്പോൾ എല്ലാവരും അതിനെങ്ങനെയാണ് സ്വീകരിച്ചേ? അൾട്ടിമേറ്റ്ലി അത് അവരുടെ പരസ്യമായിരുന്നു അല്ലേ. അവർക്ക് എത്ര മൈലേജ് കിട്ടി, എത്ര PR കിട്ടി അവർക്ക്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു റീല് ഭയങ്കരമായിട്ട് കണ്ടന്റുകൾ പുഷ് ചെയ്യാനും ഭയങ്കരമായിട്ട് പരസ്യങ്ങൾ കുത്തി നടക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ TV കണ്ടു വളർന്ന സമയത്ത് നമുക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുള്ള ഒരുപാട് പരസ്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പരസ്യങ്ങളിൽ എത്ര പേർക്ക് അത്തരത്തിലുള്ള ഒരു നൊസ്റ്റാൾജിക് പരസ്യങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു ഓർത്തിരിക്കാൻ പറ്റിയൊരു പരസ്യം, അതായത് കൺസിസ്റ്റൻസി അല്ല, ആ ഒരു ട്രെൻഡാണ്. ഇതെൻ്റെ പെർസ്പെക്റ്റീവാണ്, ട്രെൻഡാണ് പൊതുവെ ഫോളോ ചെയ്യപ്പെടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൊത്തത്തിൽ. കാരണം ഇതിൽ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ല, ഒരു കലാപരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഒരു ലോജിക്കൽ ഫങ്ഷൻസും ഉണ്ട്. അലൈൻഡാക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സക്സസ് നമുക്ക് കിട്ടും. കാരണം ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പരിപാടിയല്ല. നമുക്ക് നല്ല ജോലിക്കാർ വേണം, നല്ല ടീം ഡെവലപ്പ് ആവണം നമുക്ക്.
അതുപോലെ തന്നെ നമ്മളായിട്ട് അസോസിയേറ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരണം നല്ല ഗ്രോത്തിനുള്ള. അപ്പം അതുപോലെ നമ്മളൊരു മാർക്കറ്റിലുണ്ട് എന്ന് മൊത്തത്തിലുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രാൻഡിങ് കുറച്ചുകൂടി ചെയ്യണത്, ഈ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വെൻഡേഴ്സ് ഉണ്ടാവും അല്ലേ, ഇപ്പോൾ വെൻഡേഴ്സായിട്ട് പല ഡീലുകളുണ്ടാവും. അപ്പോൾ അവരായിട്ട് പല ടേംസും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്രാൻഡ് പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ് എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ, ഇപ്പോൾ ഗൂഗിളിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളടുത്ത് ആൾ വളരെ എന്താ പറയുക, അതാളുടെ ഒരു ആഗ്രഹമായിരിക്കും ഗൂഗിളിലൊക്കെ ജോലിക്ക് പോവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നല്ല ടാലൻസ് നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു കമ്പനി കൾച്ചർ. പറഞ്ഞപ്പോഴാണ് ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സൊക്കെ എംപ്ലോയർ ബ്രാൻഡിങ് എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് എന്തായാലും റൈറ്റ് ടാലന്റിനെ അട്രാക്ട് ചെയ്യാനേ പറ്റുള്ളൂ ഇനിയുള്ള കാലത്ത്. അതെ അതെ, ഹയറിംഗ് എന്നുള്ള ഇല്ല പ്രോസസ് നിർത്തി ഇനി ടാലന്റ് അക്വസിഷനും അട്രാക്ഷനും ആണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഈ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പം ഓരോ ടൈപ്പ് ഓഫ് ടാലൻസിനും ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷനാണ്. ചിലവർക്ക് 9 to 5 സ്റ്റാൻഡേർഡ് മതി, ചിലവർക്ക് ത്രില്ല് കിട്ടണം, വർക്ക് ചെയ്യുമ്പോൾ ഒരു ത്രില്ല് കിട്ടണം. ചിലവർക്ക് വേണ്ടത് ഹൈപ്പ് ആയിരിക്കും. ഇപ്പം ലിങ്ക്ഡിനിലൊക്കെ എനിക്ക് എൻ്റെ കമ്പനിയുടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റണം, എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റണം, അതൊക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയുള്ളത്, ഈ നമ്മളിപ്പോൾ ബ്രാൻഡ് കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഓണേഴ്സ് ഉണ്ടാവില്ല, ഈ വിഷണറീസ് ഉണ്ടാവില്ല, ഇവരായിട്ട് ഞാനിങ്ങനെ സംസാരിക്കും, കുറേ സമയമല്ലേ സംസാരിക്കുന്ന പറഞ്ഞ പോലെ. ഇവരായിട്ട് ചിലപ്പോൾ നമ്മൾ പോസിബിൾ ആണെങ്കിൽ ട്രാവലൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഒഫീഷ്യൽ കണക്ഷൻ അല്ലായിരുന്നു, വളരെ എന്താ പറയുക, കാഷ്വലി മീൻസ് നമ്മൾ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് ഇപ്പം നമ്മളുടെ ഒരു ക്ലൈൻറ്റ് ബേസിൽ അത്യാവശ്യമുള്ളവരൊക്കെ. ഇവരായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്, അപ്പം ഇങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഓരോ പെർസെപ്ഷൻസും അല്ലെങ്കിൽ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു വിഷനുകൾ അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസുകൾ, ഇപ്പോൾ ഇപ്പോൾ ഓരോ സ്റ്റാഫുകളെ കാണുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല വെച്ചാൽ ഒരു കമ്പനിയുടെ ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വിഷണറിയിൽ നിന്ന്. ഇപ്പം എൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായി ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. ഉറപ്പാണ് അല്ലേ. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ആളുകളായിരിക്കും അട്രാക്ട് ചെയ്യപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം നമ്മുടെ ഓരോ ജോലി ചെയ്യാനായിട്ടും ഓരോ ടൈപ്പ് ഓഫ് ആളുകളാണ്. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ ടൈപ്പ് ഓഫ് ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിനെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. പ്രൊജക്ട് മാനേജ്മെന്റ് ആ ഒരു ഏരിയയിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ടിരുത്തിയിട്ട് കാര്യമില്ല. അവിടെ കുറച്ചും കൂടി ലോജിക്കൽ ഈ കാര്യങ്ങൾ ഒക്കെ കുറച്ചും കൂടെ പങ്ക്ച്വാലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾ വേണം എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ഏരിയ മാനേജ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആളൊരു സാധനം ചെയ്ത് തരി പോകും. അവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് സ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഏരിയകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ടാവും. ഇപ്പോൾ മാനുഫാക്ചറിങ് വലിയ ലെവൽ അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന ആൾ ഭയങ്കര തമാശളിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ രീതി മാറി. അപ്പോൾ ഓരോ ഏരിയയിൽ വരേണ്ട ആൾക്കാരെങ്ങനത്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ച് ആളുകൾ വരുമ്പോൾ അവർക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ലേ ഭയങ്കരമായിട്ട് സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷനും ഒക്കെ നോക്കിയിട്ട് ആളുകൾ ഹയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് കാരണം അതെ. പിന്നെ പുതിയ സ്റ്റാർട്ടപ്സ് എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവരെ ട്രെയിൻ ചെയ്യുന്നവരുണ്ട് പഠിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഇഗ്നോ അല്ലെങ്കിൽ അങ്ങനത്തെ യെസ് അങ്ങനത്തെ ലെവലിൽ എന്താ പറയുക സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എംപവർ ചെയ്യുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു പ്രോസസ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒരു എംപ്ലോയർ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വേറൊരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിൽ പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു
വീഡിയോ ഇടുക എന്നുള്ളത് മാത്രമൊന്നല്ല പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത് ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എല്ലാവരെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അതെ. അത് ചിലവരെ കൊണ്ട് പറ്റും, ഉം, ഉം. ചിലവർ അതിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആവണ പോലെയാ പലരും പേഴ്സണൽ ബ്രാൻഡ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നോക്കുന്നത്. ഉം, ഉം, ഉം. അപ്പം നമ്മളുടെ ഒരു ആവശ്യം പേഴ്സണൽ ബ്രാൻഡിങ് എന്തിനാ ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അൾട്ടിമേറ്റ്ലി ഇപ്പം നമുക്ക് പറയും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫേസ് നിങ്ങളാണ്, നിങ്ങൾ വരണം, നിങ്ങൾ സംസാരിക്കണം. ഇപ്പം നമ്മളെ ഈ അറ്റ്ലസ് രാമേന്ദ്രൻ. ഉം. പുള്ളി പേഴ്സണലി ബ്രാൻഡ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി എന്ത് ചെയ്യുന്നില്ല, പുള്ളിനെ വെച്ചിട്ട് പരസ്യം ചെയ്തു. അതെ. അറ്റ്ലസ് ജ്വല്ലറി, ജനകൂടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ആൾ പരസ്യം ചെയ്തു. ഓക്കെ, ആളായ ഒരു ക്രെഡിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് വളരൂ എന്നൊരു നിർബന്ധമോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള സാഹചര്യമാണ്. ഉം, ഉം. ഇപ്പോഴത്തെ ഏജിലാണോ അൾട്ടിമേറ്റ്ലി ഇപ്പം ആര് ലൈവായി നിൽക്കുന്നോ അവരെ കൂടിയാണ് മാർക്കറ്റ് അല്ലെങ്കിൽ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യകത അത് തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം മാൻഡേറ്ററി ആയി. പണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കുമായിരുന്നു, പഞ്ചേട്ടൻ ലെവലിൽ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ സംഭവം അതെ, ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട് മൊത്തത്തില്. അതെ, നമുക്ക് നമ്മളുടെ വോയിസ് പറയാന്നുള്ളതാണ് കാര്യം. നമ്മളതിൽ എന്താ പറയുക, ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്തോ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നോ താല്പര്യം ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതെ അതെ അതെ. പക്ഷെ അത് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി അതാ പറഞ്ഞത്, നമുക്കൊരു ഓഡിയൻസ് ഉണ്ടാവും, നമ്മളുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസും നമ്മളുടെ ഒരു ഇതിന് പറ്റിയിട്ടുള്ള ആളുകളും മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും അട്രാക്ട് ചെയ്യപ്പെടാം. ആവശ്യമുള്ളവർ, ഞാൻ പറഞ്ഞില്ല, ഓരോ സർവീസിനെയും ചൂസ് ചെയ്യണത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ സ്ട്രാറ്റജി ആവശ്യപ്പെടുന്നവർ കാണിക്കും ചിലപ്പോൾ നമ്മളെ ഒരു സർവീസ് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഒരാൾ എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചും കൂടെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന മറ്റൊരാളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് കൂടുതലായിട്ടുള്ള ഒരാളായിരിക്കും എനിക്ക് പകരം അവിടെ സ്യൂട്ടാവുക. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ലൈൻഡാണ്. ബിസിനസ്സിലൊരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അത് ഡയറക്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ ബെറ്റർ? ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ തീരുമാനമാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് ഓക്കെ, എൻ്റെ കസ്റ്റമർ ഇതാണ്, എൻ്റെ ബ്രാൻഡിനെ ഇങ്ങനെ എനിക്ക് ഫോം ചെയ്യാൻ പറ്റണം. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ വിഷണറീസ് സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഐഡിയാസ് ഉണ്ട്, ഇങ്ങനെ ഐഡിയാസ് ഉണ്ട്, എൻ്റെ ബ്രാൻഡിനെ ഇങ്ങനെ ഫീൽ ചെയ്യണം. അവർ എവിടെയെങ്കിലും പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ല ഹോട്ടലിലൊക്കെ പോയി നിന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസ്പിറേഷൻ ലെവൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്കായാലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, അല്ലെ, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ നോക്കി കൈകാര്യം ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. ഓപ്പറേഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഫുൾ ടൈം ബ്രാൻഡിങ്ങിൽ ഇരുന്ന് ഇതിനെ സ്ട്രക്ചർ ചെയ്ത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കത് ചെയ്യാൻ പറ്റും. കാരണം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനായിട്ടും ഉള്ള പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇവർക്ക് അതിന് നേരമില്ല, അല്ലെങ്കിൽ ഇവർക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഇവർക്ക് അതൊന്നും സ്ട്രക്ചർ ചെയ്യാൻ പറ്റണില്ല. പക്ഷേ ആശയങ്ങളുണ്ട്, എനിക്ക് ആശയങ്ങളുണ്ട്, എനിക്ക് അതിനുള്ള അംബീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കും, അത് ഉൾക്കൊള്ളും, നമ്മളത് പഠിക്കും, നമ്മളതിനെ ഒന്ന് മാപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ബ്രാൻഡിനെ കൊണ്ടുവരേണ്ടത്, നമ്മൾ അവരായിട്ട് നിന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്കത് എന്നിട്ട് അൾട്ടിമേറ്റ്ലി അവരുടെ ബ്രാൻഡിനെ ഉണ്ടാക്കിയെടുക്കേണ്ട ആൾ ഞാനല്ല. എനിക്കൊരിക്കലും എനിക്ക് എൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആൾക്ക് തന്നെ ആളുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിനെ മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിനെ മോണിറ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും, പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇത് ഇന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളത്. കാരണം നമ്മൾ ഒരു വിഷണറീസിനെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നിർത്തില്ല. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞുള്ളൊരു സാധനം ഉണ്ടാവും. ഈ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് പ്രോഗ്രഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ സ്മോൾ കൺസിസ്റ്റൻ്റ് എഫേർട്സ് ലോങ് ടേമിൽ നല്ല റിസൾട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ പോലെ
നമ്മളൊരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആദ്യം സെറ്റ് ചെയ്യുക. അത് കുറച്ചാളൊന്ന് റൺ ചെയ്യും, ബാക്കിയുള്ള പ്രോസസ്സുകളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യും. എന്നിട്ട് ഇതിൽ ഒരു 0.5% ഇപ്പോൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആയിക്കോട്ടെ, കുറച്ച് ബഡ്ജറ്റ് കൂട്ടിയിട്ട് നോക്കുക, അതിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ചാനൽസ് കൂട്ടി നോക്കുക, ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്ന അതിലേക്കാണ്. അവരുടെ ഒരു ബിസിനസ് ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അവരുടെ ബ്രാൻഡ് പൊസിഷനിങ്, അവരുടെ പ്രൊപ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിഷൻ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്പയറിങ് ഗ്രോത്ത് ഫോർ അംബീഷ്യസ് ബ്രാൻഡ്സ് ആൻഡ് പീപ്പിൾ ഇൻട്രാക്ടിങ് വിത്ത് ബ്രാൻഡ്സ് എന്നാണ്. അതായത് അംബീഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് ഗ്രോത്ത് ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അവരെ ബ്രാൻഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾക്കും. അതായത് ഇപ്പോൾ സ്റ്റാഫുകളാവാം, കസ്റ്റമേഴ്സ് ആവാം, അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അംബീഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് എന്നൊന്നല്ല നമ്മൾ പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് ഓൾസോ മേ ബി അംബീഷ്യസ്. ഇതേ അവർക്കൊരു മൈൽ സ്റ്റോൺസ് ഉണ്ടാവും എപ്പോഴും, അവർക്കൊരു ഒരു ഒരു ജേണി അതിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഒരു പാർട്ടാവുക എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് ബ്രാൻഡ് കൺസൾട്ടിനെ വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവർക്കുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് അവർക്കൊരു സപ്പോർട്ട്, ഒരു അസോസിയേറ്റ്. ഒരിക്കലും തന്നെ ഒരാൾ ബ്രാൻഡ് ഏൽപ്പിച്ചു, ആ റോഷൻ എനിക്ക് ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്ത് ഇന്ന ലെവലിലേക്ക് എത്തിക്കണം, റോഷൻ പറഞ്ഞോ പൈസ തരാൻ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കൊരിക്കലും ആ ബ്രാൻഡിനെ എത്തിച്ചെടുക്കാനോ വളർത്തിയെടുക്കാനോ പറ്റിയെന്ന് വരില്ല. നമുക്കത് നമ്മളൊന്ന് സംസാരിച്ച് പരീക്ഷണങ്ങൾ നടത്തി നമ്മളതിനെ അത് ചെയ്യുക. അതൊരു ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതൊരു കച്ചവടമല്ല, കൊടുക്കൽ വാങ്ങൽ. ഇപ്പം എൻ്റെ പൈസ വരുന്നു, ഞാനൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സല്ല അത്. നമ്മൾ ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ റിപ്പോർട്ടിങ്. ഈ റിപ്പോർട്ട്സ് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും റിപ്പോർട്ട്സ് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാറില്ല. ഏജൻസിയിൽ കുറേ റിപ്പോർട്ട്സ് കൊടുക്കുമ്പോൾ കാരണം റെലവൻസ് തോന്നാണ്ടായിരിക്കും മേ ബി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നമ്മളൊക്കെ എല്ലാ ഏജൻസീസും റിപ്പോർട്ട്സ് കൊടുക്കും ക്ലയൻസിനല്ലേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര റീച്ച്, അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിൽ ഇത്ര റീച്ച്, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഇത്ര റീച്ച്, ഇത്ര എൻക്വയറീസ്, ലീഡ്സ്, എത്ര പേര് അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനൊരു റെലവൻസ് തോന്നാണ്ടാണ്. ഇപ്പോൾ ഏജൻസിനെ സംബന്ധിച്ച് ഏജൻസിയുടെ പണിയെടുക്കുന്നുണ്ട്. ഇവർ നോക്കുമ്പോൾ എന്താണ്, ഇവർ മാസാവസാനം കുറേ റിപ്പോർട്ട്സ്, ഞാൻ എല്ലാവരുടെ കാര്യം കേട്ടോ പറഞ്ഞു, ഞാൻ ചില ആളുകളുടെ കാര്യം പറയാം. ഇവർ നോക്കുമ്പോൾ ഒരു റിപ്പോർട്ട് തരുന്നുണ്ട്, പക്ഷെ ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരു ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ആ പ്രാക്ടീസ് ആ കമ്പനിയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. വലിയ വലിയ കമ്പനികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി അവിടെ ഒരു ബ്രാൻഡ് മാനേജേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടാവും, പല ടീമായിട്ട് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓരോ സെഗ്മെന്റ്സും ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇൻ ഹൗസ് ആയിരിക്കും മേ ബി. അവർക്കും കൺസൾട്ടൻസ് ഉണ്ടാവും, എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഏജൻസീസ് ഉണ്ടാവും. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആളുകൾ അവർ ടാലൻസിന് അവർ ഹയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രോസസ്സിലാണ് അവരത് മാനേജ് ചെയ്ത് പോകുന്നത്. ഈ ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഈ എന്താ പറയുക സെയിൽസ് ടീം ഉണ്ടാവും, അതുപോലെ തന്നെയുള്ള ഒരു പ്രോസസ്സാണ് ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ഏജൻസീസാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അലൈൻമെൻറ്റിന് കുറച്ചും കൂടി ഇമ്പം കൂട്ടാനായിട്ടൊരു ബ്രാൻഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് മാനേജർക്ക് സാധിക്കും, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സാധിക്കും.